കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ ഗുണം ഒന്ന്, തിന്മക്ക് സാധിക്കാത്തൊരവസ്ഥ വരും. രണ്ട്, റബ്ബിന്റെ ഇഷ്ടം കിട്ടും. മാത്രമല്ല ജനങ്ങളുടെ ഇഷ്ടം കിട്ടും. നാലാമത്തത്, ഇരുലോകത്തും സന്തോഷമാണ്. നല്ല ജീവിതം, നല്ല കോഴ്സിൽ വിജയം, നല്ല ജോലി, നല്ല കുടുംബം. മാത്രമല്ല മരണത്തിന്റെ നേരം വരും. വണ്ടിയുടെ ചക്രത്തിന്റെ താഴെ കിടന്ന്, സ്റ്റിയറിംഗിന്റെയും സീറ്റിന്റെയും ഇടയിൽ കിടന്ന്, ആധുനികമായ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ മധ്യത്തിൽ കിടന്ന്, മാതാവിന്റെയും പിതാവിന്റെയും ചാരത്ത് കിടന്ന്, ഏതെങ്കിലുമൊക്കെ വടിയോരത്ത് വെച്ച് ആരും കാണാതെ ആഴികളിൽ, ആഴക്കടലുകളിൽ, പ്രളയങ്ങളിൽ, ദുരന്തങ്ങളിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ മലക്കുകൾ വരും. നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും നമ്മൾ തലോടിയിട്ട് പറയും, അല്ലാത്ത ഖാഫു വലാ തഹ്സനു, വിഷമിക്കണ്ടട്ടോ, ദുഃഖിക്കണ്ട, ഞങ്ങൾ മലക്കുകളാണെന്ന് പറയും. ആറാമത്തത്, ഖബറിൽ ശിക്ഷയുടെ നേരത്ത് നമസ്കാരം തലക്കും പുറത്തു നിൽക്കും. ഖബർ ശിക്ഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ഇതിലെ കടക്കാൻ പാടില്ലെന്ന് പറയും. സക്കാത്ത് ഇടതുഭാഗത്ത് നിൽക്കും. നന്മകൾ കാലിന്റെ ചോട്ടിൽ നിൽക്കും. നമ്മുടെ നന്മകൾ നമുക്ക് രൂപം പ്രാപിക്കും. നമ്മുടെ തിന്മയാണെങ്കിൽ തിന്മയും നമുക്ക് രൂപം പ്രാപിക്കുമെന്നാണ്. എന്നിട്ട് പറയും, നീ ചെയ്ത നന്മയാണ് ഞാൻ, നീ ചെയ്ത സാമൂഹിക ക്ഷേമ പ്രവർത്തനമാണ് ഞാൻ, നീ ചെയ്ത കുടുംബ സേവന പ്രവർത്തനങ്ങളാണ് ഞാൻ, നീ ചെയ്ത ദഅവത്താണ് ഞാൻ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. റബ്ബിനെ കാണാൻ നമുക്ക് പറ്റും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫി ലൈലത്തിൽ ബദർ ഫലാ തുദാമൂന ഫി റുയതി. അതിലേറെ വലുതെന്താ സുഹൃത്തുക്കളെ? നാളെ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നതിലേറെ തെളിച്ചത്തിൽ നിങ്ങൾ റബ്ബിനെ കാണുമെന്ന് പറയുന്ന ആ ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെയ്തു കൂട്ടിയ തിന്മകളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങും മുമ്പ് രണ്ട് കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ട് പറയുക, നമ്മുടെ പ്രിയപ്പെട്ട പല കൂട്ടുകാർക്കും വന്ന മരണം, വെള്ളത്തിൽ അവസാനിച്ചവർ, വാഹനങ്ങളുടെ ചക്രങ്ങൾക്ക് താഴെ അവസാനിച്ചവർ, കോവിഡ് ബാധിച്ച് ഒന്ന് വൃത്തിയായി കുളിപ്പിക്കാൻ പോലും കിട്ടാത്തതിന്റെ വേദനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അവർക്ക് വേണ്ടി അള്ളാഹുവോട് പൊറുക്കലിനെ തേടുക.